ഇത് പുലിയൂർകുറിച്ചി സെന്റ് മൈക്കിൾസ് ദേവാലയം. ഈ ദേവാലയത്തിന് മുന്നിലുള്ള കുരിശടിക്കുള്ളിൽ ദേവസഹായം പിള്ളയുടെ ദാഹം ശമിപ്പിക്കാനായി പാറയിൽ ഉറവ പൊട്ടി ജലമുണ്ടായ അത്ഭുത ഉറവ കാണുവാൻ കഴിയും. ഇവിടെ ദിവസവും ധാരാളം വിശ്വാസികൾ വന്ന് അത്ഭുത ഉറവയിൽ നിന്ന് ജലം കുടിച്ച് ആശ്വാസമടഞ്ഞു പോകുന്നു. ഈ ജലം ഏറ്റവും വലിയ ഔഷധമാണെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് കാറ്റാടിമലയിലെ ദേവസഹായം പിള്ളയുടെ സ്മാരക ദേവാലയം. വെടിവെച്ചു കൊല്ലുന്നതിനു മുൻപ് ഇവിടെ മുട്ടിലിരുന്നാണ് ദേവസഹായം പിള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചത്. മുട്ടിലിരുന്നതിന്റെ അടയാളങ്ങൾ ഇവിടെ ഇപ്പോഴും കാണാം. ഈ പാറപ്പുറത്ത് നിർത്തിയാണ് ദേവസഹായം പിള്ളയെ വെടിവെച്ചു കൊന്നത്. ഈ ആൽമര ചുവട്ടിലാണ് ദേവസഹായം പിള്ള മരിച്ചു കിടന്നിരുന്നത്. ദേവസഹായം പിള്ളയുടെ മരണസമയത്ത് ഇവിടെയാണ് പാറ പൊട്ടി മണിനാദമുണ്ടായത്. ഇന്നും ഈ പാറയിൽ കൊട്ടിയാൽ മണിനാദം കേൾക്കാൻ കഴിയും. ഇത് കോട്ടാർ സെന്റ് ഫ്രാൻസിസ് ദേവാലയം. ഈ ദേവാലയത്തിന്റെ അൾത്താരയുടെ മുന്നിലാണ് ദേവസഹായം പിള്ളയുടെ ശവശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വേദസാക്ഷിയായ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ഇന്ന് കോട്ടാർ രൂപതയിലും റോമിലും നടന്നുവരുന്നു. നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾ ഇന്നും കാറ്റാടിമലയിലെത്തി ഈ പുണ്യാത്മാവിനെ വണങ്ങുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ് ഈ പുണ്യഭൂമി.